ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. റോമർക്കെതിരെ ലേഖന പഠനത്തിൻ്റെ 114 പഠനത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 2 അവതരണങ്ങളോടുകൂടി ഈ വേദഭാഗ പഠനം നാം ഉപസംഹരിക്കുകയാണ്. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗമാണ് നമ്മുടെ പഠന വിഷയം. ബൈബിളിലെ തന്നെ ഏറ്റവും കഠിനമേറിയതും വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതുമായൊരു വേദഭാഗം. ഈ വേദഭാഗമാണ് ദൈവകൃപയാൽ നാം മനസ്സിലാക്കുവാൻ കഴിഞ്ഞ നാളുകളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അതിൻ്റെ 18 മുതൽ 21 വേദഭാഗത്തിൽ അവ്യക്തമായ ഈ വേദഭാഗത്തിൽ നിന്ന് സ്പഷ്ടമായ ചില സത്യങ്ങൾ നാം പരിശോധിക്കുകയായിരുന്നു. ആദാമും രണ്ടാം ആദാമായ ക്രിസ്തുവും തമ്മിൽ, അവരുടെ പ്രവൃത്തികൾ തമ്മിലുള്ള ചില താരതമ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. രണ്ടുപേരുടെയും പ്രവൃത്തികൾ സകല മനുഷ്യർക്കും സാർവലൗകികമായ അനന്തരഫലമുളവാക്കി. ഒന്ന് നാശമാണെങ്കിൽ മറ്റൊന്ന് അനുഗ്രഹമായിരുന്നു. രണ്ടുപേരുടെയും പ്രവൃത്തികളിലും അനുസരിക്കാനും അനുസരിക്കാതിരിക്കുവാനുമുള്ള അവസരമുണ്ടായിരുന്നു. മൂന്നാമതായി കണ്ടത് രണ്ടുപേരുടെയും പ്രവൃത്തികൾ, ആദാമും ക്രിസ്തുവിൻ്റെയും പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ ഒന്നിലൂടെ മരണം വാണു, മറ്റൊന്നിലൂടെ കൃപ വാഴുകയാണ്, നീതിയിൽ യേശുക്രിസ്തു മുഖാന്തരം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ വേദഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ കഴിയുന്ന സ്പഷ്ടമായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെ നാം കടന്നുപോയി. പല അവതരണങ്ങളിലൂടെ കടന്നുപോയി. അതിൻ്റെ അർത്ഥം നാം എല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടു, പഠിച്ചു, മനസ്സിലാക്കി എന്നാണോ? ഒരിക്കലുമല്ല. നാം വളരെ നിശ്ചയമുള്ളവരാണോ ഈ വേദഭാഗം വ്യക്തമായി ബോധ്യപ്പെട്ടു എന്നുള്ളത്? ഒരിക്കലുമല്ല. എങ്കിലും ഈ വേദഭാഗത്തെക്കുറിച്ച് അനേകം ചോദ്യങ്ങൾ പലപ്പോൾ അവശേഷിക്കുന്നുണ്ടാകാം. എങ്കിലും ദൈവം നാം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, നേരിട്ടും അല്ലാതെ അന്തർലീനമായിട്ടും നേരിട്ടും ഈ വേദഭാഗങ്ങളിലൂടെ ദൈവം നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ചില അടിസ്ഥാന സത്യങ്ങളുണ്ട്. അത് നാം ബോധ്യപ്പെട്ടിരിക്കണം. ആ സത്യങ്ങൾ ചിലതൊന്ന് അവതരിപ്പിക്കാം. ഒന്ന്, ഏകൻ എന്നത് പ്രാധാന്യമുള്ളതാണ്. ഏകൻ, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക്, അത് നിസ്സാരമല്ല. ഒരു പക്ഷേ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ ഈ ദേശത്ത് ഒറ്റയ്ക്കാണല്ലോ വിശ്വാസിയായി നിലകൊള്ളുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ ഏകനായിട്ടാണല്ലോ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. സഹോദരിമാരും സഹോദരങ്ങളും ഈ അവസ്ഥ കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കായി പോയി എന്നുള്ളത് കൊണ്ട് പ്രാധാന്യമില്ലാത്ത അവസ്ഥയല്ല. ഈ വേദഭാഗം റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗം നാം പഠിക്കുമ്പോൾ എത്ര തവണയാണ് ഏകൻ എന്ന പ്രയോഗമുള്ളത്? ഏകൻ എന്ന പ്രയോഗം, ഏക മനുഷ്യൻ ലോകത്തിന് നാശം കൊണ്ടുവന്നു, പാപം കൊണ്ടുവന്നു, മരണം കൊണ്ടുവന്നു, ദുരന്തം കൊണ്ടുവന്നു. ഏക മനുഷ്യൻ. അതോടൊപ്പം തന്നെ മറ്റൊരു ഏകൻ്റെ അവതരണത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കൊണ്ടുവന്നു. അതുകൊണ്ട് ഏകൻ എന്ന അവസ്ഥ, ഒറ്റയ്ക്കാണ് എന്നുള്ള അവസ്ഥ വില കുറച്ച് കാണരുത്. ഏകനായി ഇടിവിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രവർത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ സമർപ്പിക്കപ്പെട്ട ഒരു ദൈവപൈതൽ ദൈവം അന്വേഷിക്കുന്നു. തന്നിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ അവരിൽ താൻ ബലവാനെന്ന് കാണിക്കാൻ ദൈവം അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരുവൻ ഒന്നായി പോയി ഒറ്റയ്ക്കേ ഉള്ളൂ എന്നതുകൊണ്ട് ഭാരപ്പെടരുത്. ദൈവത്തിന് വേണ്ടി ദൈവശക്തിയാൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒറ്റയ്ക്ക് നിന്ന് ദൈവസന്നിധി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ. ഒരിക്കൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യം കേൾക്കുകയുണ്ടായി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്ക് ചിലത് ചെയ്യാൻ കഴിയും, അത് ഞാൻ ദൈവശക്തിയാൽ ചെയ്യും. അപ്പം ഒന്ന്, ഒറ്റയ്ക്കായിപ്പോയി, ഏകനായി എന്നുള്ളതിൻ്റെ പ്രാധാന്യം നിസ്സാരമാക്കരുത്. രണ്ടാമത്തെ സത്യം ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് പാപം ഭയാനകമാണ്. പാപമെന്ന സത്യം വില കുറച്ച് കാണരുത്. ഇന്ന് ലോകത്തിലെ പല സമൂഹങ്ങളിലും പാപത്തെ അവഗണിച്ച് വില കുറച്ച് നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലർ പാപമെന്ന അവസ്ഥ പോലും ഇല്ല എന്ന് സമർത്ഥിക്കുന്നു. മറ്റു ചിലർ ബൈബിൾ പറയുന്ന പോലെ പാപം വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദാമിൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവവചനത്തിൽ ആദാമിൻ്റെ പാപവും അത് കൊണ്ടുവന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പാപം വാസ്തവമാണ്, അത് ഭയാനകമാണ്, അത് ദുരന്തം വിതയ്ക്കുന്നതാണ്. അത് തീർച്ചയായും അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്ന വിധം വളരെ ദോഷകരമാണ്. ഈ ലോകത്ത് ഭൂമിയുടെ ചരിത്രത്തിൽ വീണ ഏറ്റവും വലിയ ഇരുണ്ട നിഴൽ
ആദാം ചെയ്ത പാപത്തിൻ്റെയും പാപത്താൽ സംഭവിച്ച മരണത്തിലൂടെയും വന്നതാണ്. പാപം ഭയാനകമാണ്. ഈ വേദഭാഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന, ദൈവം പഠിപ്പിക്കുന്ന സത്യം അതാണ്. മൂന്നാമത്തെ സത്യം കൃപ. വിസ്മയകരമായ, അതിശയകരമായ കൃപ. ദൈവത്തിൻ്റെ മേൽ യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ, സഹായഹസ്തം നീട്ടുവാൻ. പക്ഷെ അത്ഭുതകരം, വിസ്മയകരം, ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതിരിപ്പാൻ, തൻ്റെ പുത്രനെ നൽകിത്തരുവാൻ, നാം നശിച്ചു പോകാതിരിക്കുവാൻ തൻ്റെ പുത്രനെ നൽകിത്തരുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതിൽ പരം അതിശയം, അത്ഭുതം മറ്റൊന്നില്ല. ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു. കർത്താവ് യേശുവിലൂടെ വലിയ കൃപ നമുക്ക് ആവശ്യമായ, തക്ക സമയത്ത് ആവശ്യമായ കൃപ നമുക്ക് നൽകി തന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 5:20 പറഞ്ഞു, പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നാണ്. അപ്പം കൃപ. നാലാമത്തെ സത്യം ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് കുരിശ്. കുരിശ് അത്യന്താപേക്ഷിതം, നീക്കിക്കളയാൻ പറ്റില്ല, ഒഴിച്ച് വയ്ക്കാൻ പറ്റില്ല. കുരിശ്. കർത്താവ് യേശു നമുക്ക് വേണ്ടി കടന്നു വന്ന് ആദാം ചെയ്ത പാപത്തിൻ്റെ ഭവിഷ്യത്ത് നീക്കം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ആ ദുരന്തത്തെക്കുറിച്ച് വിവരിക്കാൻ മനുഷ്യന് കഴിയില്ല, കർത്താവ് യേശു വന്നില്ലായിരുന്നുവെങ്കിൽ. ഇപ്പോൾ സത്യത്തിൽ ക്രിസ്തു വന്നു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. സകല മനുഷ്യർക്കുണ്ട്, നിങ്ങൾക്കും എനിക്ക് വേണ്ടി ക്രൂസിൽ യാഗമായി മാറി. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം വിൻസ്റ്റൺ ചർച്ചിൽ എന്ന പ്രസിഡൻറ്റ് തൻ്റെ രാജ്യത്തിലെ നാവികസേനയെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രസ്താവന പറഞ്ഞു. ചരിത്രത്തിൽ ഒരിക്കലും ഭൂരിപക്ഷം ജനങ്ങൾ കുറച്ചു പേർക്ക് വേണ്ടി നന്ദിയുള്ളവരായി ഇതുവരെ മാറിയിട്ടില്ല. അത് ഇപ്പോൾ സംഭവിച്ചു. ആ രാജ്യത്തിന് വേണ്ടി ധീരരായി പോരാടിയ ആ പട്ടാളക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഈ രാജ്യം മുഴുവൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്. അതിലെത്ര വലുതാണ് കർത്താവ് യേശു ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ക്രൂസിലെ പരമയാഗം. ലോക ചരിത്രത്തിൽ ഇത് തുല്യമായ മറ്റൊരവസ്ഥയില്ല. ലോകം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു ആ ഏക മനുഷ്യൻ്റെ ത്യാഗത്തോട്. അത്രമാത്രം കടപ്പെട്ടിരിക്കുകയാണ് കർത്താവ് യേശുവിൻ്റെ പരമയാഗത്തോട്, ആ ക്രൂസിലെ പരമത്യാഗത്തോട്. അതുകൊണ്ട് ക്രൂസ് ഒഴിവാക്കാൻ പറ്റില്ല. അഞ്ചാമതായി ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം, മരണം ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. മരണം ഒഴിവാക്കാനാകാത്ത സത്യമാണ്. ആദാമിൻ്റെ പാപത്തിൻ്റെ ഒരു ഫലമായിരുന്നു ഏകമനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. അങ്ങനെ സകല മനുഷ്യരിലേക്കും മരണം പടർന്നു. റോമർ 5:12. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം എബ്രായലേഖനം 9:27 പറയുന്നു. നമ്മളിൽ പലർക്കും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, കേൾക്കുവാൻ ഇഷ്ടമുള്ളവരല്ല. പക്ഷേ മരണം ഒഴിവാക്കാൻ പറ്റില്ല. മനുഷ്യരിത് നേരിടേണ്ട ഒരവസ്ഥയാണ്. മരണത്തിന് ശേഷം ന്യായവിധിയും നിശ്ചയമുള്ള കാര്യമാണ്, നിയമിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ജ്ഞാനിയായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഒരുങ്ങുന്നത്, തൻ്റെ മരണത്തിന് വേണ്ടിയും ഒരുങ്ങി നിൽക്കും. തൻ്റെ ആസന്നമായ മരണം, ഒഴിവാക്കാൻ പറ്റാത്ത മരണമെന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടിയും ജ്ഞാനമുള്ളൊരു മനുഷ്യൻ ഒരുങ്ങി ജീവിക്കും. മറ്റൊരു സത്യം, ആറാമത്തെ സത്യവേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പ് നിശ്ചയമാണ്. കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നു ആദാമിലൂടെ കൊണ്ടുവന്ന ദുരന്തത്തിന് അതിനെ തിരിച്ചു വരുത്തുവാൻ, അതിനെ മാറ്റം വരുത്തുവാൻ, അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് കർത്താവ് യേശു കടന്നു വന്നു. ആദാമിൻ്റെ പാപനിമിത്തം സംഭവിച്ച ഭൗതിക മരണം, സകല മനുഷ്യരിലും പരന്നതായ ഭൗതിക മരണം, അതിൻ്റെ അവസാനിപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് വാഗ്ദാനം ചെയ്തു. സകലർക്കുമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ജീവനുള്ളവർക്കും മരിച്ചവർക്കുമുള്ള ഉയർത്തെഴുന്നേൽപ്പ്. കർത്താവ് യേശു വ്യക്തമായി പറഞ്ഞു, കല്ലറയിലുള്ള എല്ലാവരും എൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ദണ്ഡനത്തിനായും ഉയർത്തെഴുന്നേൽക്കുന്ന നാഴിക വരുന്നു. അങ്ങനെ ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായി വന്ന മരണം അത് ഉയർത്തെഴുന്നേൽപ്പിലൂടെ പരിഹരിച്ചു. ഭൗതിക മരണവും ആത്മിക മരണവും. ഏഴാമത്തെ സത്യം, ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ഉത്തരവാദിത്വം വ്യക്തിപരമാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്വം. നിങ്ങളും ഞാനും നമ്മുടെ പാപത്തിന് നാം തന്നെ ഉത്തരവാദി. മറ്റാരുടെയും പാപത്തിൻ്റെ കുറ്റം നാം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ഭവിഷ്യത്തിന് നാമാണ് കാരണക്കാരൻ, നാമാണ് ഉത്തരവാദികൾ. ആദാമിൻ്റെ പാപം
നമുക്ക് ഭൗതിക മരണം കൊണ്ടുവന്നു. പക്ഷേ ദൈവകൃപയാൽ ഒരു ദിവസം നമുക്ക് പുനരുത്ഥാനം സംഭവിക്കുകയും നിത്യതയിൽ ജീവിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. നാം നമ്മുടെ പാപത്തിനാണ് കണക്ക് പറയേണ്ടത്. ഈ ശരീരത്തിൽ നമ്മളായിരിക്കുമ്പോൾ ചെയ്ത പാപത്തിന്, അത് എന്തു തന്നെയായാലും അതിന് കണക്ക് പറയണം. നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ ആദാമിൻ്റെയോ പാപത്തിന് നാം കുറ്റക്കാരാകുന്നില്ല. ഉത്തരവാദിത്വം വ്യക്തിപരമാണ്. നമ്മുടെ ജനനത്തിന് നമുക്ക് തീരുമാനമില്ല. നമ്മുടെ അനുവാദത്തോടുകൂടിയല്ല നാം ജനിച്ചത്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് തീരുമാനമുണ്ട്. നമുക്ക് തിരഞ്ഞെടുക്കാം. അത് വളരെ പ്രധാനമാണ്. ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരു സുവിശേഷകനോട് ഒരു ചോദ്യം ചോദിച്ചു. രക്ഷ എല്ലാവർക്കും നൽകപ്പെട്ടു, എല്ലാവർക്കും ഒരുക്കപ്പെട്ടു, പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല? അതിന് ആ വൃദ്ധനായ സുവിശേഷകൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. അദ്ദേഹം മറ്റൊരു ചോദ്യമായി ചോദിച്ചത്, മഞ്ഞുരുകുന്ന മലകളിൽ നിന്ന് വ്യക്തമായ, സ്പഷ്ടമായ, നിർമ്മലമായ, പരിശുദ്ധമായ വെള്ളം വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഒഴുകി താഴേക്ക് വരുന്നു. വളരെ നിർമ്മലമായ, പരിശുദ്ധമായ ജലമാണ് ഒഴുകി വരുന്നത്. പക്ഷെ എന്നിട്ടും ഭൂമിയിൽ അനേകർ വൃത്തികെട്ടവരാണ്, അനേകർ അഴുക്കുള്ളവരാണ്. എന്തുകൊണ്ട്? ഉത്തരം വ്യക്തമാണ്. അനേകർക്കും കഴുകാൻ, കുളിക്കാൻ താല്പര്യമില്ല. അവരിലുള്ള അഴുക്കിനെ നീക്കിക്കളയാൻ അനേകർക്കും താല്പര്യമില്ല. കർത്താവ് യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കാൻ അനേകർക്കും താല്പര്യമില്ല. അതാണ് അതിൻ്റെ ഉത്തരം. അവസാനമായി ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നൊരു സത്യം, തീരുമാനം ഒഴിവാക്കാൻ പറ്റില്ല. തീരുമാനം നാം എടുത്തേ പറ്റും. മനുഷ്യൻ എന്നാൽ നാം ഒരു നാൽക്കവലയിൽ നിൽക്കുന്നതിന് തുല്യമാണ്. എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് പോകണം എന്നത് നാം തീരുമാനമെടുക്കണം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാപത്തെ തുടരാൻ, അതിൻ്റെ ഭവിഷ്യത്തുകളും ദുരന്തങ്ങളും അനുഭവിച്ചുകൊണ്ട് പാപത്തിൽ തന്നെ തുടരുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അല്ലെങ്കിൽ പാപത്തെ തള്ളിക്കളഞ്ഞ് പാപമോചകനായ കർത്താവ് യേശുവിൽ വിശ്വസിച്ച് ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രാജാവായി നമുക്ക് സ്വീകരിക്കാം. കർത്താവ് യേശുവിനെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ പാപമോചനത്തിനുള്ള വഴിയാണ്. ദൈവം ഒരുക്കി തന്ന സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാനുള്ള മാർഗമാണ്. ചില മനുഷ്യരുടെ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ തീരുമാനമെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ തീരുമാനമെടുക്കില്ല, അല്ലെങ്കിൽ കുറച്ചാളത്തേക്ക് മാറ്റിവെക്കാം, അവസരമുള്ളപ്പോൾ വിളിപ്പിക്കാം, പിന്നെ തീരുമാനമെടുക്കാം, ഞാൻ റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കാം. ഓരോ തവണ തീരുമാനമെടുക്കാൻ വൈകും തോറും പിന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയാതെ വരും. അത് ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന തീരുമാനമാണ് മിക്കപ്പോഴും. തീരുമാനമെടുക്കാൻ വൈകുന്നതും നീട്ടിവെക്കുന്നതും പിന്നെയാകട്ടെ എന്ന് പറയുന്നതൊക്കെ ക്രിസ്തുവിനെ ഒഴിവാക്കാനായിട്ടുള്ള ഒഴികഴിവാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ഇത് പണ്ട് തന്നെ യോശുവയോട് ദൈവം പറഞ്ഞു. യോശുവ ഇസ്രായേലിന് മുമ്പാകെ വിളിച്ചു പറഞ്ഞ തീരുമാനം അതാണ്, നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, നിങ്ങൾ ആരെ സേവിക്കും? ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്ക്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ 24:15. അപ്പോൾ നാം ഈ വേദ പഠനം ഉപസംഹരിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ചിന്തയിലേക്ക് മടങ്ങി വരാം. നമ്മൾ പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു ആദാം ലോകത്തിലേക്ക്, മനുഷ്യകുലത്തിന് നടുവിലേക്ക് കൊണ്ടുവന്ന സകല പ്രശ്നങ്ങളും അതിലപ്പുറമായിട്ട് പരിഹരിച്ചു രണ്ടാം ആദാമായ യേശു. ആദാം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക മാത്രമല്ല, അതിലപ്പുറം അധികമായി ക്രിസ്തുവിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇത് ബൈബിളിലൊരു പ്രസ്താവനയായിട്ടല്ല, ഇതൊരു വ്യക്തിപരമായും പ്രായോഗികമായ ഒരു സത്യമാണ്. റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ ആദാമിൻ്റെയോ ക്രിസ്തുവിൻ്റെ കഥയല്ല, ക്രിസ്തുവിനെ കുറിച്ച് പറയുകയല്ല, നിങ്ങളെയും എന്നെയും കുറിച്ച് പറയുകയാണ്. നാം ആദാമിൻ്റെ പാത പിന്തുടരുമോ, ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുമോ? പരിശുദ്ധാത്മാവ് നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമായിട്ടല്ല ഈ ഭാഗത്തെ അവതരിപ്പിച്ചത്. ഇത് നാം അനുഭവിക്കേണ്ട, സ്വീകരിക്കേണ്ട, പഠിക്കേണ്ട സത്യങ്ങളാണ്. ഒരു സത്യം വ്യക്തമാണ്, നാം ഓരോ ദിവസം അനുഭവിക്കുന്ന പല കഷ്ടങ്ങളും ആദാം ഭൂമിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന പാപത്തിൻ്റെയും അതിൻ്റെ അനന്തരഫലത്തിൻ്റെയുമാണ്. ഒരു ദിവസം നാം മരണത്തെ മുഖാമുഖം നേരിടും. അതും ആ പാപത്തിൻ്റെ അനന്തരമായി വന്നതാണ്. ഓരോ ദിവസവും നാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുപാടും. മറ്റൊരു സത്യം വേദഭാഗം നമ്മെ പഠിപ്പിച്ചു. അതെന്താണ്? നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ അത് നാം പരിഹരിച്ചില്ലെങ്കിൽ ദൈവത്തോട് അകന്നു പോകും.
വ്യക്തിപരമായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നിത്യമായ നാശത്തിൽ ചെന്ന് വീഴും. അതിലും വലിയൊരു സത്യമാണ്, മറ്റൊരു സത്യതയും പഠിപ്പിച്ച് കർത്താവ് യേശു കടന്നു വന്നു പാപത്തിൻ്റെ സകലവിധമായ ഭവിഷ്യത്തുകളിൽ നിന്നും ശിക്ഷാവധിയും നമ്മെ മോചിപ്പിക്കുവാൻ. ആദാമിൻ്റെ പാപത്തിനും നമ്മുടെ പാപത്തിനും നമുക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളെയും എന്നെയും സ്വർഗത്തിൽ തന്നോടൊപ്പം ഇരുത്തണമെന്നാണ്. അതിനായി ഇവിടെ നാം അവനോട് ചേരുവാൻ, അവൻ്റെ മരണമടക്കം ഉയർപ്പിലൂടെ അനുരൂപപ്പെട്ട് സുവിശേഷം അനുസരിച്ച് വീണ്ടും ജനിച്ച് പുനരുത്ഥാനത്തിൻ്റെ അവകാശികളായി നിത്യതയിൽ അവനോടൊപ്പം ഇരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂസിൽ യാഗമായി തീരാൻ വന്നു, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. ഇനി നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുക, നിങ്ങളെന്നെ സ്വീകരിക്കുക, നിങ്ങളുടെ രക്ഷിതാവ് എന്നെ അംഗീകരിക്കുക. അപ്പോൾ ഈ വേദഭാഗം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച് നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ സ്വാധീനിക്കണം. ഒരു തീരുമാനമെടുക്കണം. അനന്യാസ് ശൗലിനോട് പറഞ്ഞു, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് പാപങ്ങളെ കഴുകിക്കളക. ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വാ. കർത്താവ് വിളിക്കുകയാണ്. കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്കും ഞാനും അവനും തമ്മിൽ അത്താഴം കഴിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരും. കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്, നമ്മോട് സംസാരിക്കുകയാണ്. നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു തന്നു. നമ്മൾ അവനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മോട് വിളിക്കുകയാണ്, മടങ്ങി വാ, തിരിച്ചു വാ. അപ്പം ആദാമിലൂടെ സംഭവിച്ച ദുരന്തങ്ങൾ, ഈ ലോകത്തിൽ നാം ദിനം തോറും നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതും, ആദാം കൊണ്ടുവന്നതിൻ്റെ പാപത്തിൻ്റെയും പിന്നീട് വന്ന മരണം, ആദ്യം ആത്മീക മരണം, പിന്നെ ഭൗതിക മരണം. അതിൽ നമ്മൾ രക്ഷപ്പെടാനായിട്ട് ക്രിസ്തുയേശുവിലൂടെയുള്ള രക്ഷാപദ്ധതി നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ നിത്യമരണം. ഇത് നമുക്ക് ഒഴിവാക്കാം. കർത്താവ് യേശുവിലേക്ക് വന്നാൽ നിത്യതയുടെ കവാടം തുറന്നു കിടക്കുന്നു. അവൻ്റെ ശബ്ദം കേൾക്കുന്നവരായി നമുക്ക് മാറാം. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു അവതരണം കൂടി ഈ വേദഭാഗത്തെക്കുറിച്ച് നമ്മൾ നടത്തും. ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തതകളുണ്ടെങ്കിൽ അതും കൂടെ പരിഹരിക്കാനായിട്ട് ഒരു അവതരണം കൂടി നമ്മൾ നടത്തുന്നതാണ്. അതിനുശേഷം നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.